നിമിഷം വേണമെങ്കിലും ട്രംപ് വധിക്കപ്പെടാമായിരുന്നു. എന്നാൽ അതിനുള്ള അവസരം ഇവിടെ നൽകിയില്ല. മിസൈലുകൾക്ക് വിട്ടുകൊടുക്കാതെ തന്നെ ട്രംപിനെ സാഹസികമായി രക്ഷപ്പെടുത്തി. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നിന്ന് മടങ്ങാനിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യാത്രയിൽ നാടകീയമായ വഴിത്തിരിവാണ് ഉണ്ടായത്. ട്രംപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിനെ തുടർന്നുകൊണ്ട് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ അവസാന നിമിഷം യാത്രാ പദ്ധതി മാറ്റിയെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിച്ചത്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അതീവ ജാഗ്രതയിലാക്കിയത്. ഇതോടെയാണ് ലോകത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഡീകോയ് ഓപ്പറേഷൻ അങ്കാറ വിമാനത്താവളത്തിൽ ആസൂത്രണം ചെയ്തതെന്നതാണ് റിപ്പോർട്ട്. ക്യാമറകൾക്ക് മുന്നിൽ തന്നെ പതിവ് പോലെ ട്രംപ് ഔദ്യോഗിക പ്രസിഡൻഷ്യൽ വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ കയറുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ നടന്ന അതീവ രഹസ്യമായ ഒരു നീക്കം ഇപ്പോൾ പുറത്തു വരുന്നു. റൺവേയിൽ വെച്ചുകൊണ്ട് തന്നെ ട്രംപിനെ ഒരു കാറ്ററിംഗ് വാഹനത്തിന്റെ മറവിൽ മാറ്റുകയും തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്ന ചെറിയ C-32A സൈനിക വിമാനത്തിലേക്ക് രഹസ്യമായി മാറ്റിയെന്നതാണ് റിപ്പോർട്ട്. അതേസമയം മാധ്യമപ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ തന്നെ എയർഫോഴ്സ് വൺ വിമാനം യാത്ര തുടരുകയും ചെയ്തു. മാത്രമല്ല, ഇതോടുകൂടി തന്നെ ആക്രമണത്തിന് സാധ്യതയുണ്ടെങ്കിൽ പോലും ട്രംപിന്റെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു എന്നതാണ് സുരക്ഷാ സംഘത്തിന്റെ ലക്ഷ്യം എന്നതായിരുന്നു വിലയിരുത്തൽ. അതായത് ലോകം കണ്ടത് എയർഫോഴ്സ് വണ്ണിൽ പോകുന്ന ട്രംപിനെയാണ്. പക്ഷേ ട്രംപ് അതിലുണ്ടായിരുന്നില്ല. ഇതാണ് അങ്കാറയിലെ നീക്കത്തെ കൂടുതൽ കൗതുകകരമാക്കുന്നത്. വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോട് വിൻഡോ ഷെയ്ഡുകൾ താഴ്ത്തിയിടാൻ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. യാത്രയുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്ത് പോകാതിരിക്കാൻ അതീവ രഹസ്യമായാണ് സുരക്ഷാ വിഭാഗം നടപടികൾ സ്വീകരിച്ചതെന്നതാണ് വിവരം. സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, സീക്രട്ട് സർവീസ് അതാകട്ടെ സൈന്യത്തിന്റെയും നിർദ്ദേശങ്ങൾ താൻ പൂർണ്ണമായും തന്നെ അനുസരിക്കുകയായിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിനെതിരായ വധഭീഷണിക്ക് പിന്നിൽ തന്നെ ഇറാൻ എന്ന സംശയവും ഇവിടെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിന്റെ വധത്തിന് പിന്നാലെ തന്നെ ട്രംപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രതികാര നീക്കങ്ങൾക്ക് ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഉന്നയിച്ചതാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അങ്കാറയിലെ ഈ സുരക്ഷാ നീക്കവും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതി അല്ലെങ്കിൽ ഇത്തരത്തിൽ പദ്ധതി ഇട്ടോ എന്ന ആരോപണം ഉടൻ ഇറാൻ ഭരണകൂടം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ അങ്കാറയിലെ സംഭവത്തിൽ യഥാർത്ഥ ഭീഷണി എത്രത്തോളം ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ ഇവിടെ ചോദ്യമാകുന്നത്. എന്നാൽ അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ അതിനെ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു എന്നതാണ് വ്യക്തം. ഒരു പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ ഒരു വിമാനം തന്നെ ചതിക്കുള്ള ആയുധമാക്കി മാറ്റിയ നീക്കം എയർഫോഴ്സ് വണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥ യാത്രക്കാരനെ മറ്റൊരു വിമാനത്തിൽ മാറ്റുന്ന ആ തന്ത്രം സുരക്ഷാ സംവിധാനങ്ങളുടെ അതീവ ജാഗ്രതയാണ് വ്യക്തമാക്കുന്നത്. നാറ്റോ ഉച്ചകോടിക്ക് പിന്നാലെ തന്നെ ട്രംപിന്റെ അങ്കാറ വീട്ടിൽ ഒരു സാധാരണ പ്രസിഡൻഷ്യൽ യാത്രയായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിന്റെ കണ്ണുകൾ എയർഫോഴ്സ് വണ്ണിലായിരുന്നപ്പോൾ ട്രംപ് മറ്റൊരു വിമാനത്തിൽ സുരക്ഷിതമായ യാത്ര തുടരുകയും ചെയ്തു. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റായി തന്നെ പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.